സന്ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വളരെ ശക്തമായ ഈ കാലഘട്ടത്തിൽ നമുക്ക് അത്യാവശ്യമായ ഒരു വചനം നൽകി നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയാണ്. ആ വചനം അത് പഴയ നിയമത്തിലെ സാമുവേലിൻ്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 29-ാം തിരുവചനമാണ്. ശ്രദ്ധിച്ച് ഈ വചനം നമ്മൾ വായിച്ച് പഠിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. അടിയന്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കുവാൻ തിരുവള്ളമാകണമേ. ദൈവമായ കർത്താവേ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവിടുത്തെ അനുഗ്രഹത്താൽ അടിയന്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊരു പ്രാർത്ഥനയാണ്. ഓരോരുത്തരും ദിവസവും പ്രാർത്ഥിക്കേണ്ട അതിസുന്ദരമായ പ്രാർത്ഥന. എന്താ പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്നറിയാവോ? ദൈവമേ, എൻ്റെ കുടുംബം ഒരിക്കലും അങ്ങയിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ കർത്താവെ കനിവുണ്ടാകണം. നമ്മുടെ കുടുംബം ഒരിക്കലും ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ നമ്മൾ എല്ലാ ദിവസവും കണ്ണുനീരോടെ ദൈവത്തിനു മുമ്പിൽ പ്രാർത്ഥിക്കണം. അതാണ് ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും പഠിപ്പിക്കുന്നതും. വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ഞാൻ ഈ വചനം ഒന്ന് പറഞ്ഞു തരാം. ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചോണേ. ഒച്ചത്തിൽ പറഞ്ഞു. സാമുവേലിന്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 29-ാം തിരുവചനം. അടിയന്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ. ദൈവമായ കർത്താവേ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവിടുത്തെ അനുഗ്രഹത്താൽ അടിയന്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. ആമേൻ. അപ്പോ ഈ പ്രാർത്ഥനയുടെ കൃത്യമായിട്ടൊരു സന്ദേശം എന്താ? ദൈവമേ, എൻ്റെ കുടുംബം ഒരിക്കലും അങ്ങയിൽ നിന്ന് വേർപെട്ടു പോകരുത്. കാരണം എൻ്റെ കുടുംബത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അങ്ങയുടെ സാന്നിധ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ സാന്നിധ്യമാണ് നമ്മുടെ കുടുംബത്തിന്റെ അനുഗ്രഹം. കാരണം ഇത് വാഗ്ദാനമാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ദൈവം വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ പറുദീസായിൽ നൽകിയ ഒരു വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ്. ഒരൊറ്റ വചനം കൂടെ ഒന്ന് വായിച്ചാലോ? അത് സാമുവേലിന്റെ അതേ പുസ്തകം 2-ാം പുസ്തകം 7-ാം അധ്യായം 25-ാം തിരുവചനം. ദൈവമായ കർത്താവേ, അങ്ങയുടെ ദാസനോടും കുടുംബത്തോടും അരുളി ചെയ്തിരിക്കുന്ന വചനം എന്നേക്കും സ്ഥിരപ്പെടുത്തി അങ്ങയുടെ വാക്ക് നിവർത്തിക്കണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആരുടെയെങ്കിലും കുടുംബത്തില് ഏതെങ്കിലുമൊക്കെ ഒരു ഭാരം, അസ്വസ്ഥത, ബന്ധങ്ങളിലെ തകർച്ച, കുടുംബജീവിതം അങ്ങ് ശരിയാവുന്നില്ലച്ചാ, കാര്യം ശരിയാ, കുടുംബം സ്വർഗം എന്നൊക്കെ പറയും, പക്ഷെ ഇപ്പൊ നരകതുല്യമായ അവസ്ഥയുണ്ട് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റിയ വചനമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. ആ വചനം നമുക്കൊന്ന് സ്വീകരിക്കാം. വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. വലതുകരം ഉയർത്തിപ്പിടിച്ച് ഉച്ചത്തിൽ ഏറ്റു പറഞ്ഞോണേ. വചനമാണ്, ഉച്ചത്തിൽ ഏറ്റു പറയണം. സാമുവേലിന്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 25-ാം തിരുവചനം. ദൈവമായ കർത്താവേ, അങ്ങയുടെ ദാസനോടും കുടുംബത്തോടും അരുളി ചെയ്തിരിക്കുന്ന വചനം എന്നേക്കും സ്ഥിരപ്പെടുത്തി അങ്ങയുടെ വാക്ക് നിവർത്തിക്കണമേ, നിവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാമുവേലിന്റെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ 2 വചനങ്ങൾ പ്രാർത്ഥിച്ച് ഈ സമയത്ത് ദൈവസന്നദ്ധിയിൽ ആഗ്രഹിക്കുകയാണ്. ദൈവമേ, നിന്റെ അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിൽ അത്രമേൽ വേണം. ഞാനിത് പറയാൻ കാരണം, ഒരു സഹോദരി വളരെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ വന്നിട്ട് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്. ശ്രദ്ധിച്ച് കേട്ടോണേ. അച്ഛാ, നേപ്പാളിൽ വലിയ ആഭ്യന്തര കലഹം നടക്കുന്നു. അച്ഛൻ കാണുന്നുണ്ടല്ലോ പത്രത്തിലും ടെലിവിഷനിലും. ഞാൻ പറഞ്ഞ അതെ, ഞാൻ കാണുന്നുണ്ട്. വലിയ വലിയ വിഷമമുണ്ട് അച്ഛാ.
നേപ്പാളിലെ കലഹം ഒന്നും അല്ല അച്ഛാ, നേപ്പാളിലെ കലഹം ഒന്നുമല്ല. എൻ്റെ വീട്ടിൽ നടക്കുന്ന കലഹം ഉണ്ടല്ലോ, അതിനേക്കാളും വലിയ കലഹമാണ്. നേപ്പാളിൽ നടക്കുന്ന കലഹം വല്ലതും അറിയുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നേപ്പാളിൽ ഈ കഴിഞ്ഞ ദിവസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അതിന്റെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം കിട്ടില്ല. കലാപം നടന്നുകൊണ്ടിരിക്കുന്ന മണ്ണാണ്. അപ്പൊ ആ സ്ത്രീ പറയാണ്, അച്ഛാ നേപ്പാളിലെ കലാപം ഒന്നും കലാപം അല്ല അച്ഛാ, എന്റെ വീട്ടിലെ കലാപമാണ് കലാപം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചോദിച്ചു വന്നപ്പോഴത്തേക്ക് ഈ ചേച്ചി പറഞ്ഞത് മകനെ കുറിച്ചാണ്. ഈ നേപ്പാളിലെ കലാപം ഈ ചേച്ചി കണക്ട് ചെയ്യാൻ കാരണം എന്താണെന്നറിയോ? നേപ്പാളിൽ ആരാണ് ഇപ്പോൾ ഈ സമരത്തിന്റെ രംഗമുഖത്തുള്ളത്? മുൻപിൽ നിന്നുകൊണ്ട് ഈ സമരം നടത്തുന്നത് ആരാണ്? ജെൻസി. ആരാണ് പറഞ്ഞേ? ജെൻസി എന്ന് പറഞ്ഞാൽ ആരാ? ജെൻസി. ജെൻസി എന്ന് പറഞ്ഞാൽ ആരാ? ജനറേഷൻ ഇസഡ് എന്ന് പറഞ്ഞാൽ ആരാ? ജെൻസി എന്ന് പറയുന്ന തലമുറ. ഇതൊരു വ്യക്തിയല്ല കേട്ടോ, ഇതൊരു വ്യക്തിയല്ല, ഇതൊരു തലമുറയാണ്. 1997 2012 ഇടയ്ക്ക് ജനിച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു 18 വയസ്സിനും ഒരു 28 വയസ്സിനൊക്കെ അല്ല, 13 28 വയസ്സിനും ഇടയ്ക്കൊക്കെയുള്ള ഒരു തലമുറ, ഇതിനെയാണ് ജനറേഷൻ ഇസഡ് എന്ന് പറയുന്നത്. ജെൻസി എന്നാണ് ഷോർട്ട് ഫോം. നേപ്പാളിന്റെ കലാപത്തിന്റെ മുന്നണിയിൽ നിൽക്കുന്നത് 70 വയസ്സും 90 വയസ്സുള്ളവരൊന്നും അല്ലെന്ന്. ഈ കാലഘട്ടത്തിന് ചെറുപ്പക്കാരാണ് മുമ്പിൽ നിൽക്കുന്നത്. എന്താ സംഭവിച്ചെന്നറിയാലോ അല്ലേ? നേപ്പാൾ എന്ന് പറയുന്ന ദേശത്ത് അവിടെ നടക്കുന്ന അധികാരികളുടെ കൊടും ക്രൂരമായിട്ടുള്ള പ്രവൃത്തിയിൽ മനംനൊന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരികൾ സുഖകരമായിട്ട് ജീവിക്കുന്നു, സാധാരണക്കാര് വല്ലാണ്ട് വിഷമിക്കുന്നു. അപ്പൊ ഈ സാധാരണക്കാരിലുള്ള ഈ വരുന്ന ജനറേഷൻ എന്ന് പറഞ്ഞ പുതിയ തലമുറയിലെ ജെൻസികൾ എന്ത് ചെയ്തു? അധികാരികളുടെ അവരുടെ ധൂർത്തിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ അവര് ശക്തമായിട്ട് അവര് പ്രതിഷേധിച്ചു. വാട്സപ്പും ട്വിറ്ററും അതോടൊപ്പം തന്നെ ഫേസ്ബുക്കും തുടങ്ങിയിട്ടുള്ള ഇഷ്ടം പോലെയുള്ള സോഷ്യൽ മീഡിയകളുണ്ട്. ഈ ജെൻസി എന്ന് വിളിക്കപ്പെടാൻ കാരണം ജനറേഷൻ ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂം എന്ന് പറയും, സൂമേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലെ ഒരു പ്ലാറ്റ്ഫോമാണ് സൂം മീഡിയ. നമ്മളൊക്കെ ഒരുപക്ഷെ കൊറോണ കാലത്തൊക്കെ ആരംഭിച്ച ചിലപ്പോൾ സൂം മീഡിയ വഴിയുള്ള മീറ്റിംഗ് ഒക്കെ നിങ്ങൾക്കറിയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ സൂം മീഡിയയിലൂടെയാണ്. ഇന്നലെ രാത്രിയോളം അവിടുത്തെ പുതിയ തലമുറ സൂം മീഡിയയിലൂടെയാണ് അവർ ഒരുമിച്ചൊരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുകയല്ല, മറിച്ച് അവരുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിലെ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെയാണ് അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അവർ ഇന്നലെ വലിയൊരു കൂട്ടായ്മയൊക്കെ നടത്തിയിട്ടുണ്ട്. ഞാനിത് പറയാൻ കാരണം, പ്രിയപ്പെട്ടവരെ, ഈ ജനറേഷൻ ഇസഡ് എന്ന് പറഞ്ഞാൽ, ജനറേഷൻ ഇസഡ് നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? ഈ കാലഘട്ടത്തിൽ ആ ജനത നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തലിനെ ഇവിടെ ഇരിക്കുന്ന ചിലർ പഠിക്കാനാണ്. അതായത് നേപ്പാളിലെ അധികാരികളെ കുറിച്ച് അവരെന്ത് ചെയ്തു? അവർ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ പ്രചരിപ്പിച്ചു. അവരുടെ ധൂർത്തിനെ കുറിച്ചും അഴിമതിയെ കുറിച്ചും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ പ്രചരിപ്പിച്ചപ്പോൾ അധികാരികൾ എന്ത് ചെയ്തു? അധികാരികൾ അതിനെ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി സോഷ്യൽ മീഡിയ നേപ്പാൾ എന്ന് പറയുന്ന രാജ്യത്ത് നിരോധിച്ചു. വാട്സപ്പും ഫേസ്ബുക്കും ട്വിറ്ററും സൂമും എല്ലാം നിരോധിച്ചപ്പോൾ ഈ പറയുന്ന തലമുറയിൽപ്പെട്ടവർക്ക് അവരുടെ രോഷം അടക്കാനായില്ല. അവര് പൊതുരംഗത്തിറങ്ങി, തെരുവീതികളിലിറങ്ങി. ആയിരക്കണക്കിന് യുവാക്കൾ ഇതാ തെരുവിൽ. അവര് പാർലമെന്റ് കത്തിച്ചു, അവിടുത്തെ ഭരണാധികാരികളെ ഓടിച്ചിട്ടടിക്കുന്നു, പട്ടാളം ഭരണമേറ്റെടുക്കാൻ പോകുന്നു. കിരാതമായ ഒരു അന്തരീക്ഷം. ഈ ചേച്ചി എന്നോട് പറഞ്ഞത് എന്താണെന്നറിയാവോ? അച്ഛാ, നേപ്പാളിലെ ഈ കലാപം ഒന്നും കലാപം അല്ല അച്ഛാ, എൻ്റെ വീട്ടിലെ കലാപം കാണണം എന്ന് പറഞ്ഞാൽ പുതിയ തലമുറയിലെ ചില പ്രവൃത്തികളെ കുറിച്ച് ഉത്കണ്ഠപ്പെട്ടുകൊണ്ട് ഒരു അമ്മ പറഞ്ഞതാണ് ഞാൻ ഈ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്, കാലം വല്ലാണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ജനറേഷൻ
അല്ലേ? ജെൻസി എന്നൊക്കെ പറഞ്ഞ പേര് വിളിച്ചല്ലോ. അപ്പൊ ഞങ്ങളെ എന്ത് പേര് വിളിക്കും അച്ഛാ? അപ്പൊ നമുക്കൊരു പേരുണ്ടെന്ന്. ജനിച്ച കാലഘട്ടത്തിനനുസരിച്ച് നമുക്കൊക്കെ ഒരു പേരുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് 1901 മുതൽ 1927 വരെ ജനിച്ചവരെ വിളിക്കുന്ന പേര് ദ ഗ്രേറ്റസ്റ്റ് ജനറേഷൻ എന്നാണ്. ഇവിടെ ഇരിക്കുന്ന ആരും അന്ന് ജനിച്ചവരുണ്ടെന്ന് ഞാൻ തോന്നുന്നില്ല. 1901 മുതൽ 1927 വരെ. അടുത്ത് ശ്രദ്ധിച്ചോളൂ, 1928 മുതൽ 1945 വരെ 5 വരെ ജനിക്കപ്പെട്ട തലമുറയെ വിളിക്കുന്നത് സൈലന്റ് ജനറേഷൻ എന്നാണ്. സൈലന്റ് ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ തലമുറയിലെ കുട്ടികളെ അവരെ സംബന്ധിച്ചിടത്തോളം പലതും കാണാം, എന്നാൽ മിണ്ടാൻ അവകാശമില്ലാത്ത ഒരു തലമുറ. അതുകൊണ്ടാണ് അവരെ സൈലന്റ് ജനറേഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഏത് വർഷം വരെ എത്തി? 1945 വരെ എത്തി. അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിച്ചോളൂ, 1946 മുതൽ 64 വരെയുള്ള കാലഘട്ടത്തിലുള്ളവരെ വിളിക്കുന്നത് ബൂമേഴ്സ് എന്നാണ്. അവര് ബൂമേഴ്സ് ആണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പൊ ഓരോരുത്തരും ചിന്തിക്കാൻ തുടങ്ങി, ദൈവമേ ഞാൻ ജനിച്ച വർഷം അത് ഏതാണ് അല്ലേ? അതിനുശേഷം ജനറേഷൻ എക്സ് എന്ന് പറയും. അതാണ് 1965 മുതൽ 1980 വരെയുള്ള കാലഘട്ടം. ഇനി ശ്രദ്ധിച്ചേ, 1980 മുതൽ 1996 വരെ, 80 മുതൽ 96 വരെ ജനിച്ചവരെ വിളിക്കുന്നത് മില്ലേനിയേഴ്സ് എന്നാണ്. ജനറേഷൻ വൈ എന്നാണ് അറിയപ്പെടുന്നത് അവര്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത തലമുറയാണ് ശ്രദ്ധിക്കേണ്ടത് 1997 മുതൽ 2012 വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു 13 വയസ്സിനും 28 വയസ്സിനും ഇടയ്ക്കുള്ള തലമുറ. അവരാണ് അറിയപ്പെടുന്നത് ഏത്? ജെൻസി എന്നറിയപ്പെടുന്നത് ജനറേഷൻ ഇസഡ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തലമുറ തീരുന്നില്ല. 2013 മുതൽ 2024 വരെ കഴിഞ്ഞ വർഷം വരെയുള്ള തലമുറയെ വിളിക്കുന്ന പേര് ജനറേഷൻ ആൽഫ എന്നാണ്. ജെൻ ആൽഫ എന്നൊക്കെ വിളിക്കപ്പെടും. 2025 മുതൽ പുതിയൊരു തലമുറയാണ്. ഏതാണ്? ജനറേഷൻ ബേറ്റ എന്ന് പറയും. 2025 മുതലുള്ള തലമുറ. ഞാനിതൊക്കെ പറഞ്ഞ് എന്തിനെന്നറിയോ? നമ്മുടെയൊക്കെ പലരുടെ മനസ്സിൽ 2000 ആണ്ട് 21ാം നൂറ്റാണ്ട് ഇതൊക്കെ ഉള്ളൂ. കാലം മാറി. ജെൻസിയുടെ സംഭാഷണ ശൈലികളൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക്, അതായത് ഇവിടെ ഇരിക്കുന്ന പലർക്കും മനസ്സിലാവാണ്ടായി. നേപ്പാളിലെ കലാപം ഇവിടെ ഇരിക്കുന്ന എന്നെയും നിന്നെയും ചില കാര്യങ്ങൾ അത്രമേൽ ഓർമ്മപ്പെടുത്തുന്നത് രാജ്യത്തെ കലാപത്തെക്കുറിച്ച് പഠിപ്പിക്കാനല്ല, മറിച്ച് നിന്റെ വീടിനെ കുറിച്ചും എൻ്റെ വീടിനെ കുറിച്ചും ധ്യാനിക്കാനും പഠിക്കാനുമുള്ളൊരു വിഷയമാണ്. ഈ തലമുറയുടെ ഈ യുദ്ധത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന യുദ്ധം. മിക്കവാറും ഈ 13, 20, 28 വയസ്സിനും ഇടയ്ക്ക് മക്കളുള്ളവര് മാതാപിതാക്കളൊന്ന് കൈപൊക്കാവോ? കൊള്ളാം, കുറെ അധികം പേരുണ്ട്. ശ്രദ്ധിച്ചേ, നിങ്ങൾക്ക് ഞാൻ പറയണത് അല്പം കൂടെ ഇത് മനസ്സിലാവും, അല്പം കൂടെ മനസ്സിലാവും. കാരണം കാലം വല്ലാണ്ട് മാറി, തലമുറ വല്ലാണ്ട് മാറി. അധികം നാളായിട്ടില്ല, എഞ്ചിനീയറിംഗിൽ പഠിക്കുന്ന ചെറുക്കനെയും കൊണ്ട് അപ്പനും അമ്മയും കൂടെ ഇവിടെ വന്നിരിക്കുക. ഇവൻ 2ാം വർഷം പഠനം നിർത്തിയ പോലെ വീട്ടിൽ വന്നിരിക്കുന്നു. അപ്പനും അമ്മയ്ക്ക് അങ്ങോട്ട് ദഹിച്ചിട്ടില്ല. അവനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അപ്പൻ എന്നോട് പറയാം, അച്ഛാ ഇവനൊക്കെ ഉണ്ടല്ലോ എന്നാ ചെയ്യേണ്ടത്? അച്ഛാ എഞ്ചിനീയറിംഗിന് വിട്ട ചെറുക്കന് ഇപ്പൊ പഠിക്കാൻ താല്പര്യമില്ലെന്ന്. എത്ര ലക്ഷം രൂപ കൊടുത്തിട്ടാണെന്നറിയോ അച്ഛാ ഇവന് ഞാൻ അഡ്മിഷൻ മേടിച്ചത്? എന്നിട്ട് അപ്പന്റെ ഡയലോഗുകൾ എന്താണെന്നറിയാവോ? ഇവൻ എന്തിന്റെ കുറവാണ്? ഞാനൊക്കെ എത്ര കഷ്ടപ്പെട്ടാണ് നിന്നെ വളർത്തിയെന്ന് നിനക്കറിയാമോ? നിന്റെയൊക്കെ ചെറുപ്പത്തിലുള്ള പോലെയല്ല എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ എന്തോരം സഹിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാമോ? ഈ ചെറുക്കനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ ഞാൻ ഈ ചെറുക്കൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഞാൻ കണ്ടത് എന്താണെന്നറിയാവോ? അവൻ്റെ കണ്ണുകളിൽ ഒരു പ്രതിഷേധത്തിന്റെ അഗ്നി ഞാൻ കണ്ടു. ഞാൻ അവനെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് ഞാൻ ചോദിച്ചു, എന്തുവാടേ ഇതെന്നാ പറ്റിയേ? അച്ഛാ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. അച്ഛ ഇന്ന് വരെ എന്നെ ഒന്ന് തൊട്ടടുത്തിരുത്തിയിട്ട് എൻ്റെ ഈ അപ്പനും അമ്മയും എന്നോട് ഒരു വാക്ക് ചോദിച്ചിട്ടുണ്ടോ? എടാ മോനെ, നിനക്ക് ഈ ഭൂമിയിൽ ആരാവാനാണ് ഇഷ്ടം? അച്ഛ എന്നോട്
ഇന്നു വരെ ഒന്ന് സ്നേഹത്തോടെ പെരുമാറിയിട്ടുണ്ടോ? ഇവരുടെ പണി എന്നാന്നറിയാവോ? ഇവര് പറയുന്നത് പോലെ ഞാൻ ആയിക്കൊള്ളണം. അച്ഛാ, എനിക്ക് എഞ്ചിനീയറിംഗ് ഇഷ്ടമല്ല, നിർബന്ധിച്ചു കൊണ്ട് എന്നെ ചേർത്തതാ. എനിക്ക് ഇഷ്ടമല്ല അച്ഛാ, എനിക്കറിയത്തില്ല ഞാൻ എന്ത് ചെയ്യണമെന്ന്. അച്ഛനറിയോ ഇത് എത്രാമത്തെ കൗൺസിലിംഗ് ആണെന്നറിയോ? എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും എന്നെ കൊണ്ടുപോയിട്ട് ഒരു പ്രതിയായിട്ട് ഇങ്ങനെ കൊണ്ട് നിർത്തും. എന്നിട്ട് ഈ അപ്പനും അമ്മ അവിടെ നിന്നോണ്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇവൻ 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 ഇവൻ. അച്ഛാ, ഞാൻ ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ്യനായി മടുത്തച്ഛാ. അപ്പൻ എന്നോട് ചോദിച്ചില്ല, നീ എന്താ മിണ്ടാത്തത്? ഇനി ഞാൻ മിണ്ടിയാൽ എന്താ കുഴപ്പമെന്നറിയോ? അപ്പം പറയും, എടാ നീ തർക്കുത്തരം പറയുന്നോ? ആ, മിണ്ടിയ കുഴപ്പം, മിണ്ടിയില്ലെങ്കിൽ നിന്റെ വായിക്കാതെ തന്നെടാ, നിനക്കൊന്ന് മിണ്ടിക്കൂടെ? മിണ്ടാനും മേല, മിണ്ടാതിരിക്കാനും മേല. മനസ്സിലാവണുണ്ടോ? ഇത് ഞാൻ ഈ പറയുന്നത് ഒരൊറ്റപ്പെട്ട സംഭവത്തെ കുറിച്ചല്ലെന്ന്. ഈ കുടുംബ കാലഘട്ടം, നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ കുടുംബത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചൊന്ന് തിരിച്ചറിയാനാണ്. ഈ ചെറുക്കൻ സങ്കടത്തോടെ എന്നോട് പറഞ്ഞ കാര്യം, എന്നോട് അച്ഛാ ഇവരിങ്ങനെ കടന്നുകൊണ്ട് ചാടിക്കളിക്കുന്നുണ്ട്, ഒരിക്കലെങ്കിലും എന്നെ ഒന്ന് ചേർത്ത് പിടിച്ച് എന്നെ ഒന്ന് സ്നേഹിച്ച് എൻ്റെ അപ്പനും അമ്മയും അച്ഛാ എൻ്റെ സ്വപ്നം എന്താണെന്ന് ഒന്നറിയാൻ ഒരു മനസ്സ് കാണിക്കണ്ടേ അച്ഛാ? എൻ്റെ സ്വപ്നം എന്താണ്? എനിക്ക് ആരാവാനാണ് ആഗ്രഹം? ഇത് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളെ ഡോക്ടറാക്കാനും എഞ്ചിനീയർ ആക്കാനും അല്ലേ വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ഓടുന്നതിനിടയിൽ നിങ്ങളുടെ മക്കളോട് നിങ്ങൾ ചോദിക്കുന്നുണ്ടോ, എൻ്റെ മകനെ എൻ്റെ മകളെ, എടാ നിനക്കാരാവാനാണ് ആഗ്രഹം? നിങ്ങൾ ഇഷ്ടം പോലെ പണം കൊടുക്കുമായിരിക്കും, അവർക്ക് പലതരത്തിലുള്ള രീതികളിൽ അവരെ വളർത്താൻ ശ്രദ്ധിക്കും. പക്ഷെ അവരുടെ സ്വപ്നങ്ങളും അവരുടെ ജീവിതവും കണ്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഈ ജെൻസികള് ഒരു പ്രതിഷേധം ഉണ്ടാക്കുമെന്ന്. അങ്ങനെ ഈ അടിച്ചമർത്തപ്പെട്ടത് മുഴുവൻ പുറത്തോട്ട് വരും. അടിച്ചമർത്തപ്പെട്ടത് പുറത്തോട്ട് വരുമ്പം നമ്മുടെ പല മാതാപിതാക്കൾക്കും താങ്ങാൻ പറ്റണില്ല. താങ്ങാൻ പറ്റാതെ വല്ലാണ്ട് സങ്കടപ്പെടാൻ തുടങ്ങും. അപ്പൊ അവരവിടെ ഇരുന്നുകൊണ്ട് പറയാൻ തുടങ്ങും, നമ്മുടെ കുടുംബത്തിന് എന്തോ ശാപമുണ്ട്, ആരോ നമ്മുടെ കുടുംബത്തിനെതിരെ മന്ത്രവാദം ചെയ്തു, കൂടോത്രം ചെയ്തു. ഒരു കൂടോത്രം മന്ത്രവാദം അന്വേഷിക്കേണ്ട, ആദ്യം നമ്മുടെ കുടുംബത്തില് കുടുംബാംഗങ്ങളോട് സ്നേഹത്തോടെ ഒന്ന് പെരുമാറാനൊന്ന് പഠിച്ചാൽ തന്നെ കാര്യങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കുടുംബത്തിന്റെ അഭിമാനമാണത്ര വലുത്. അപ്പൻ ഡോക്ടർ, അമ്മ ഡോക്ടർ അല്ല, പക്ഷെ എങ്കിലും ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഒരു മകനേ ഉള്ളൂ, ഈ ചെറുക്കന് ഡോക്ടറാക്കണം. ഈ ചെറുക്കനാണെങ്കിൽ പഠിക്കാൻ അങ്ങനെയുള്ള താല്പര്യമില്ല, എന്നാൽ അവന് വേറെ പല കഴിവുകളും ഉണ്ട്. അപ്പം പറഞ്ഞു, എടാ ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനമാണ്, നീ കാത്തോണം. നീ കണ്ടില്ലേ, എൻ്റെ ചേട്ടന്റെ മകൻ ഡോക്ടറായി, എൻ്റെ സഹോദരിയുടെ മകൻ ഡോക്ടറായി, നീയും ഡോക്ടറായിക്കണം. ഇവന് പഠിക്കാൻ കഴിവില്ല. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. 47 ലക്ഷം രൂപയാണ് കർണാടകയിലുള്ള ഒരു പഠിക്കുന്ന സ്ഥലത്ത് MBBS പഠനത്തിന് കൊണ്ട് കൊടുത്തത്. 47 ലക്ഷം രൂപ. ഈ ചെറുക്കം പഠിക്കാൻ കഴിവില്ല. എങ്ങനെയൊക്കെയോ പഠിച്ചു തീർത്തെന്ന് പല കഥകളും ഞാൻ അവനിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അവൻ ഡോക്ടറായി, ഒരു പൊട്ടൻ ഡോക്ടർ. അവനൊട്ടും താല്പര്യമില്ല. അവനെ ചികിത്സിക്കാൻ വരുന്നവരുടെ മുമ്പിൽ എങ്ങനെയാണെന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ഈ കാലഘട്ടത്തിൽ മക്കളെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ വളർന്നു വരുന്നത് മുറിവേറ്റാണ്, പ്രതിഷേധത്തിലാണ്, അസ്വസ്ഥതയിലാണ് അവർ വളർന്നു വരുന്നത്. അവരെ നിങ്ങൾ അടിച്ചമർത്താൻ എത്രത്തോളം ശ്രമിച്ചാൽ ഒരു സമയം കഴിയുമ്പോൾ അത് പൊട്ടും, അത് അസ്വസ്ഥപ്പെടാൻ തുടങ്ങും. ഈ കുടുംബത്തെക്കുറിച്ചൊക്കെ ഒത്തിരിയേറെ നിർവചനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. കുടുംബം ദേവാലയമാണ്, കുടുംബം വിദ്യാലയമാണ്, കുടുംബം ഒരു പണിശാലയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നിർവചനം എന്താണെന്നറിയോ? കുടുംബം ഒരു ആതുരാലയമാണ്, കുടുംബം ഒരു ആശുപത്രിയാണെന്ന്. ആശുപത്രി പോകുന്ന എപ്പോഴാ? രോഗിയാവുമ്പോൾ നമ്മൾ ആശുപത്രി പോകും, ചികിത്സ നടത്തും. എന്നാൽ ശ്രദ്ധിച്ചേ, നിന്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും മുറിവുകൾ ഉണങ്ങപ്പെടേണ്ട ഇടം അതെവിടെയാ? നിന്റെ വീട്ടിലാ. ഹല്ലേലൂയ. കുടുംബം ഒരു ആതുരാലയമാണെന്നൊക്കെ ഒരു നിർവചനം പഠിച്ചാൽ പോരാ, മറിച്ച് അതെന്റെ വീട്ടിൽ, എൻ്റെ കുടുംബത്തിൽ അത് മുറിവുകൾ ഉണക്കുന്ന ഒരിടമായി മാറണം. നമ്മുടെ ഉള്ളിൽ മുറിവുകൾ ഉണ്ടാവുന്നത് എങ്ങനെയെന്നും
ഈ മുറിവുകൾ എന്താക്കി നമ്മളെ മാറ്റുമെന്നും സങ്കീർത്തകനായ ദാവീദ് നമ്മളെ പഠിപ്പിക്കുകയാണ്. സങ്കീർത്തനം 73 വചനം 21 22. എൻ്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ, എൻ്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ ഞാൻ മൂഢനും അജ്ഞനുമായി തീർന്നു. തൊട്ടടുത്ത വചനം ശ്രദ്ധിച്ചോളൂ. അങ്ങയുടെ മുമ്പിൽ ഞാനൊരു മൃഗത്തെ പോലെയുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം കിട്ടിയോ? പലതകരം ഉയർത്തിപ്പിടിച്ചേ. ഞാൻ ഈ വചനം പറയുമ്പോൾ ഒന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കണേ. സങ്കീർത്തന പുസ്തകം 73 അധ്യായം 21 തിരുവചനം. എന്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ, എന്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ ഞാൻ മൂഢനും അജ്ഞനുമായിരുന്നു. അങ്ങയുടെ മുമ്പിൽ ഞാനൊരു മൃഗത്തെ പോലെയുമായിരുന്നു. Praise the Lord. ചില സമയത്ത് മൃഗത്തെക്കാളും കഷ്ടം, ചില സമയത്ത് മൃഗത്തെക്കാളും കഷ്ടം. ഒരു കൊലപാതകം പത്രത്തിലുണ്ട്, ഇവിടുന്ന് വലിയ ദൂരമില്ല. ക്രിസ്തീയ കുടുംബം, അപ്പനും മകനും ഒരുമിച്ചിരുന്ന് മദ്യപിച്ചു. അതവരുടെ ഒരു പതിവാണത്രേ. ഒരുമിച്ചിരുന്ന് മദ്യപിച്ചു. എന്നിട്ട് എന്തു പറ്റി? മകൻ അപ്പനെ ശരിയാക്കി. വലിയ കൊലപാതകം. ഒരുമിച്ചിരുന്നാണ് മദ്യപാനം. അപ്പനും മകനും കൂടെ ഒരുമിച്ചിരുന്ന് മദ്യപാനം. ഓർത്തോണേ, ഒരു കുടുംബത്തിന്റെ തകർച്ച മുറിവുകൾ കടന്നു വരുന്നൊരു മേഖലയാണ്. ഈ മദ്യപാനത്തിന്റെ അവസാനം മിക്കവാറും ദിവസങ്ങളിൽ അടി പിടി ബഹളങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് ആ കുടുംബത്തോട് ചുറ്റുവട്ടത്തുള്ളവർ പറയുന്നു. എന്നിട്ട് ഇന്നലെ സംഭവിച്ചത് എന്താ? അപ്പനെ മകൻ കുത്തിക്കൊന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, വചനം എന്താ പഠിപ്പിക്കുന്നത്? എന്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ, എന്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ ഞാൻ മൂഢനും അജ്ഞനുമായി തീർന്നു. തൊട്ടടുത്ത വചനം, അങ്ങയുടെ മുമ്പിൽ ഞാനൊരു മൃഗത്തെ പോലെയുമായി. മൃഗത്തിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ മൃഗത്തിന്റെ പോലെ സ്റ്റാൻഡേർഡ് നമുക്കില്ല പലപ്പോഴും. കാരണം നമ്മുടെ മനസ്സിൽ മുറിവുകൾ ഏറ്റാൽ നമ്മൾ പിന്നെ എന്താ പറയണേ, എന്താ ചെയ്യണേ, നമുക്ക് ഒരു പിടുത്തവും ഇല്ല. ഒരു പിടുത്തവും ഇല്ല. ഇത് ഞാൻ പറയുമ്പോഴത്തേക്ക് ജെൻസിയെ കുറിച്ച് മാത്രമൊന്നുമല്ല. ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ എന്താ പറയണേ, എന്താ ചെയ്യണേന്ന് ഉള്ളിന്റെ ഉള്ളിലേക്ക് മുറിവേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു പിടുത്തവും ഇല്ലെന്ന്. പലതരത്തിലാണ് പ്രതിഷേധം അങ്ങ് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ പ്രതിഷേധം കുടുംബത്തിൽ കത്തിയെരിയുന്ന അവസ്ഥ. അതുകൊണ്ട് ആ ചേച്ചി പറഞ്ഞത്, അച്ചോ നേപ്പാളിലെ കലാപം ഒന്നും ഒരു കലാപമല്ല അച്ഛാ, എന്റെ വീട്ടിൽ നടക്കുന്ന കലാപം. ഈ ചേച്ചി ചോദിച്ചു വന്നപ്പോഴത്തേക്ക് പറഞ്ഞത്, അച്ഛാ എനിക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ, അവൻ എല്ലാ ദിവസവും വീട്ടിൽ വന്നിട്ട് അവൻ എന്നെ മർദ്ദിക്കും. ഈ ചേച്ചി കരയുക. അച്ഛാ പുറത്തു പറയാൻ നാണക്കേട്, എങ്ങാനും പുറത്തു പറഞ്ഞ പോലീസ് പിടിച്ചോണ്ട് പോയാലോ എന്നൊക്കെ എന്റെ ചിന്ത. അച്ഛാ അവന്റെ സ്വഭാവം മാറി. പണ്ട് ഓൾട്ടർ ബോയ് ആയിരുന്നു, അൾത്താര ശുശ്രൂഷകനായിരുന്നു. ഇപ്പൊ ഉണ്ടല്ലോ, അവന് പള്ളിയില്ല, പ്രാർത്ഥനയില്ല. എന്തൊക്കെയോ ഒരു രാത്രി കയറി വരുമ്പോ ചീഞ്ഞ മണം, എന്തൊക്കെയോ വലിച്ചു കയറ്റുന്നുണ്ട്. ഒരു പിടുത്തോ ഇല്ലച്ചാ. അച്ഛാ അന്തരീക്ഷം മാറിയിരിക്കുന്നു. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് കൈപൊക്കാൻ തുടങ്ങും. അച്ഛാ എനിക്ക് പേടിയാ അച്ഛാ. അമ്മ കരഞ്ഞോണ്ട് പറയാ, നേപ്പാളിലെ കലാപമൊന്നും കലാപല്ലെന്ന്. ഇവിടെ ഇരുന്നുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുന്ന, എന്റെ വീട്ടിൽ അവസ്ഥ എങ്ങനെയുണ്ട്? എന്റെ വീട്ടിൽ മുറിവേറ്റവരുണ്ടോ? ഉണ്ടെങ്കിൽ ആ മുറിവേറ്റവർക്ക് സൗഖ്യം കിട്ടേണ്ട ഇടം അത് പുറത്തല്ല, നമ്മുടെ വീട്ടിലാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സങ്കീർത്തകനായ ദാവീദ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സുന്ദരമായ വചനമുണ്ട്. സങ്കീർത്തനം 147 വചനം 3. നല്ല വചനമാണ്, പഠിച്ചോണേ. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു. നല്ല ഒന്നാന്തരം വചനം അങ്ങോട്ട് പഠിച്ചോ. ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നവര് കുടുംബത്തിൽ നിന്നും മുറിവേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ, നമ്മിലൂടെ കുടുംബത്തിൽ മറ്റുള്ളവർക്ക് മുറിവുകൾ ഏൽക്കുന്നുണ്ടെങ്കിൽ ഈ വചനം അങ്ങ് പഠിച്ചോളൂ. ഈ വചനം നൽകുന്നത് എന്താണെന്നറിയാവോ? കർത്താവിന്റെ സ്നേഹം നമ്മുടെ മുറിവുകളെ സൗഖ്യപ്പെടുത്തും. പലതരത്തിൽ മുറിവുകൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവുന്നു. ആ മുറിവുകളെ സൗഖ്യപ്പെടുത്താൻ നിന്റെ ബുദ്ധി കൊണ്ടും കുടുംബ പാരമ്പര്യം കൊണ്ടും കയ്യൂക്കുകൊണ്ടും പറ്റത്തില്ല. മറിച്ച് തമ്പുരാൻ കർത്താവിന്റെ സ്നേഹം കൊണ്ട് മാത്രമേ സാധിക്കൂ. അവിടുന്ന് വലതുകരം ഉയർത്തിപ്പിടിച്ച്, അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു. അവിടുന്ന് പറഞ്ഞാൽ ആരാ? 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 ഈശോ.
ഈശോ നിന്റെ മുറിവുകളെ സൗഖ്യപ്പെടുത്തുന്നു. നമ്മുടെ കുടുംബത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും മുറിവേറ്റവരുണ്ടോ? ഉണ്ടെങ്കിൽ അവർക്ക് സൗഖ്യം കൊടുക്കാൻ നമുക്ക് വലിയ ഒരു കടപ്പാടുണ്ട്. ശാരീരികമായ മുറിവല്ല ഞാൻ ഈ പറയുന്നത്, മറിച്ച് മനസ്സിലേൽക്കുന്ന മുറിവുകൾ പലതരത്തിൽ. നമ്മുടെ വാക്കുകൾ കൊണ്ട് മുറിവുകൾ ഏൽക്കപ്പെടും, നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് മറ്റുള്ളവർക്ക് മുറിവുകൾ ഏൽക്കപ്പെടും. ആ മുറിവ് അവിടെ കിടന്ന് ആ വ്രണമായി, പിന്നീട് ചലമായി, ദുർഗന്ധമായി അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങും. അത് ഉള്ളിലാ കിടക്കുന്നത്. ആ ചെറുക്കം വന്നിട്ട് പറഞ്ഞ്, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ചെറുക്കം പറഞ്ഞെന്താ, അച്ഛാ എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചോണ്ട് എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എന്നോടൊന്ന് സംസാരിക്കണ്ടേ അച്ഛാ. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾക്ക് മക്കളെ ചേർത്ത് പിടിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ മക്കളെ ചേർത്ത് പിടിക്കാൻ പറ്റുന്നുണ്ടോ? അവരോട് നിങ്ങൾ സംസാരിക്കാറുണ്ടോ? എപ്പോ, എങ്ങനെ? മുഖത്ത് നോക്കി സംസാരിക്കാറുണ്ടോ? സത്യം പറ. അതിപ്പോ അച്ഛാ ഇപ്പം മുഖത്ത് നോട്ടം കുറവാണ്, കാരണം മൊബൈലിലൂടെയാണല്ലോ അല്ലേ? മൊബൈലിലൂടെയാണല്ലോ പല കുടുംബത്തിലെയും കമ്മ്യൂണിക്കേഷൻസ്. അച്ഛാ മുഖത്ത് നോക്കാനായിട്ട് ഇപ്പം മുഖത്ത് നോക്കാൻ ആളെ കിട്ടില്ല, എപ്പോഴും കുത്തിക്കൊണ്ടിരിക്കുക. കുറെ നാളുകൾക്ക് മുമ്പ് ഒരു വീട്ടില് ധ്യാനത്തിന്റെ അവസരത്തിൽ വീട് സന്ദർശനം. അപ്പൊ വീട്ടിൽ എല്ലാവരും ഒക്കെ ഉണ്ടായിരിക്കണമെന്നാണ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. ഒരു വീട്ടിലോട്ട് ചെന്നപ്പോൾ ഒരു ചേച്ചി മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, ചേച്ചി മക്കളൊന്നുമില്ല, ഭർത്താവൊക്കെ എന്തേ? ഭർത്താവ് ജോലിക്ക് പോയച്ചാ ഇവിടെ ഇല്ല. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, മക്കൾ ഉണ്ടച്ചാ വിളിക്കാം. ഉടനെ തന്നെ അമ്മ മൊബൈൽ കുത്തുന്നു. ഞാൻ വിചാരിച്ചു പുറത്തെവിടെയോ പോയിരിക്കുകയാണ്. എടി രശ്മി, നീ എവിടെ ഇങ്ങോട്ട് വന്നേ? ആഹാ, ഞാൻ കാണുന്ന കാഴ്ച എന്താണെന്നറിയാവോ? തൊട്ടപ്പുറത്തെ വാതിൽ തുറന്ന് രശ്മി പുറത്തു വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, രശ്മി മാത്രം അല്ലച്ചാ, ദേ ഉണ്ട് രാജേഷേ, എടാ നീ എവിടെയാ? ദേ രാജേഷ് തൊട്ടപ്പുറത്ത് മുറി വാതിൽ തുറന്ന് പുറത്തു. ഞാൻ ചോദിച്ചു, അല്ല ഇത് അപ്പുറത്തും ഇപ്പുറത്തും അല്ല, പോയി മുട്ടിയാ പോരെ? മുട്ടിയാ തുറക്കിയല്ലച്ചാ. കാരണം എന്താ? ആ ചെവിയിൽ ആ സാമാനം തിരികെ വെച്ചോണ്ടിരിക്കുവല്ലേ. ചെവിയിൽ 24 മണിക്കൂർ ഈ സാധനം തിരികെ വെച്ചിരിക്കുക, ശരി, ഇയർഫോൺ. അതുകൊണ്ട് നമ്മൾ മുട്ടിയാലൊന്നും കേൾക്കത്തില്ല. പിന്നെ ഉണ്ടല്ലോ ഒരു ഗുണമുണ്ട്, മൊബൈലിൽ നോക്കി അറിയാൻ പറ്റും ഇവൻ ഓൺലൈൻ ആണോ അല്ലേന്ന്. അതുകൊണ്ട് വിളിച്ചാൽ അപ്പം തന്നെ ഉത്തരവുണ്ട്. ഫോണിൽ വിളിക്കണമെന്നേ ഉള്ളൂ, നേരെ ഒന്നും കിട്ടത്തില്ല അച്ഛാ. കാലം മാറിയില്ലേ, അച്ഛനും അറിയാലോ മാറ്റങ്ങൾ. എന്നെ ആ ചേച്ചി ഉപദേശിച്ച് ശാന്തമാക്കി പറഞ്ഞു വിട്ടു. മനസ്സിലാവുന്നുണ്ടോ? മുഖത്ത് നോക്കിയുള്ള സംസാരങ്ങളൊക്കെ കുറഞ്ഞെന്ന്. നിങ്ങളുടെ മക്കളെ, നമ്മുടെ കുടുംബാംഗങ്ങളെ അടുത്തിരുത്തി ഒന്ന് സ്നേഹിക്കാനായിട്ടുള്ള ഒരു തീരുമാനം, അപ്പനെ മക്കളെ ഒന്ന് ചേർത്തെടുത്ത് പിടിക്കാനായിട്ടുള്ള ഒരു തീരുമാനം. ഒരുപക്ഷെ ചില മാതാപിതാക്കൾ ചിന്തിക്കും, അച്ഛാ പേടിയാ, അച്ഛാ പേടിയാ. കാരണം മകൻ അങ്ങ് വളർന്നു, എന്നേക്കാളും പൊക്കം, എന്നേക്കാളും വലിയ മീശ. അച്ഛാ അവൻ കൈ ഉയർത്തി ഒരെണ്ണം തന്ന എൻ്റെ കാര്യം തീരുമാനം. ഞാനിപ്പോൾ അതിനൊന്നുമില്ല, അവൻ എങ്ങനെയെങ്കിലും പോട്ടെ, അവൻ ഏതെങ്കിലും വഴിക്കാവട്ടെ. അങ്ങനെ ചിന്തിച്ചാൽ എന്നാ പറ്റും? അവനെ വേറെ വഴിക്ക് പലരും ചേർത്ത് പിടിക്കാനുണ്ടാവുമെന്ന്. നിങ്ങളുടെ മക്കളെ ആണായാലും പെണ്ണായാലും നിങ്ങളൊന്ന് ചേർത്ത് പിടിച്ച് അവരുടെ തലമുടിയിലൊന്ന് തലോടാനും അവരുടെ കൈക്കൊന്ന് ചേർത്ത് പിടിക്കാനും അവർക്കൊരു ഉമ്മ കൊടുക്കാനും മാതാപിതാക്കൾക്ക് പറ്റിയില്ലെങ്കിൽ ഓർത്തോണം, നാട്ടുകാർ റെഡിയാ ഉമ്മ കൊടുക്കാൻ, നാട്ടുകാർ റെഡിയാ കയ്യെ പിടിച്ചോണ്ട് പോകാൻ, നാട്ടുകാർ ഇഷ്ടം പോലെ റെഡിയാ. വീട്ടിൽ കിട്ടിയില്ലെങ്കിൽ നാട്ടിൽ കിട്ടും, അത് അന്വേഷിച്ച് അവർ പോകും. മുറിവേറ്റ മനസ്സിന്റെ പ്രത്യേകത എന്താ? ആ മുറിവുമായിട്ട് ആ വ്യക്തി നടന്നുകൊണ്ടിരിക്കും, എല്ലായിടത്തും അസ്വസ്ഥപ്പെടുത്തും, ഭാരപ്പെടുത്തും, പോകുന്ന വഴിയിലൊക്കെ ദുഃഖവും ഭാരവും മറ്റുള്ളവർക്ക് കൊടുക്കും. കുടുംബത്തില് പരസ്പരം സ്നേഹം പങ്കുവെക്കാൻ സമയം കണ്ടെത്തണം. എത്ര തിരക്കുണ്ടെന്ന് പറയുന്ന ആളുകൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. നിങ്ങൾ കുടുംബത്തിൽ മക്കളോട് മാത്രമല്ല കേട്ടോ, ജീവിത പങ്കാളിയോട് അടുത്തിരുന്ന് വർത്തമാനം പറയാൻ സമയം കണ്ടെത്തണം. മക്കളോട് അടുത്തിരുന്ന് വർത്തമാനം പറയാൻ സമയം കണ്ടെത്തണം. മൊബൈലിൽ നോക്കിക്കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ മക്കളുണ്ടോ, ജീവിത പങ്കാളിയുണ്ടോ, സഹോദരങ്ങളുണ്ടോ, അവരുടെ അടുത്തിരുന്ന് മൊബൈൽ മാറ്റിവെച്ച് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാൻ പഠിക്കണം. മുഖത്ത് നോക്കിയെങ്കിലേ നമുക്കറിയാൻ പറ്റൂ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള അവസ്ഥ എന്താണെന്ന്. മുഖത്ത് നോക്കിയെങ്കിലേ മനസ്സിലാക്കാൻ പറ്റൂ. അല്ലാതെ മൊബൈലിൽ കിട്ടുന്ന മെസ്സേജിലെല്ലാം ഒന്നും മനസ്സിലാകത്തില്ല. ഒന്നാമത് ഇപ്പോഴത്തെ ഈ പറഞ്ഞ ജെൻസിയുടെ ഭാഷ തന്നെ മാറി, അവരുടെ സംഭാഷണ ശൈലികൾക്ക് വ്യത്യാസമുണ്ട്. അവർ പറയുന്ന പലതും നമുക്ക് അങ്ങോട്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതിന് ചെയ്യേണ്ട കാര്യം അടുത്തിരിക്കണം,
മുഖത്ത് നോക്കി സംസാരിക്കണം, അവരെ കേൾക്കണം. അവരെന്ത് ചെയ്യണം? കേൾക്കണം. നേപ്പാളിൽ സംഭവിച്ച ദുരന്തം എന്താണെന്നറിയാവോ? ജൻസികള് ഇങ്ങനെയുള്ള ചില പ്രതിഷേധങ്ങളൊക്കെ നടത്തി വന്നപ്പോ അധികാരികൾ ഇവരെ കേട്ടില്ല. അവരെന്ത് ചെയ്തു? അതിനെ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി സോഷ്യൽ മീഡിയ അങ്ങ് നിരോധിച്ചു. എത്ര നാൾ നിങ്ങൾ ഇങ്ങനെ അടിച്ചമർത്താൻ പറ്റും? അടിച്ചമർത്തുന്നത് പൊട്ടുവന്നു അത് പ്രതിഷേധമായിട്ട് മാറും, കുടുംബത്തിലൊരു ഭൂകമ്പമായിട്ട് മാറും, പലതരത്തിൽ സ്വഭാവ രീതികളായിട്ട് മാറും. ടീച്ചേഴ്സിന്റെ മകനാണ്, +2 കഴിഞ്ഞ ചെറുക്കൻ, അപ്പനും അമ്മയും ടീച്ചറാ, നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകളാണ്. +2 കഴിഞ്ഞതോടുകൂടെ ചെറുക്കന്റെ സ്വഭാവം അങ്ങോട്ട് മാറി. ഇത്രയും നാളും അവൻ കുഞ്ഞാടായിട്ട് നടന്നുകൊണ്ടിരുന്നതാ. എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നു അവനെ കണ്ടുപിടിക്കടാന്ന്. ഇപ്പോ നാട്ടുകാര് പറയുന്നു അവനെ കണ്ടുപിടിക്കടാന്ന്. കാരണം അവനെ പലപ്പോഴും കാണാനില്ല. അവനെ കണ്ടുപിടിക്കടാന്ന് പറയണേ. +2 വരെ ഈ ചെറുക്കൻ നല്ല മിടുക്കനായിരുന്നു. ഈ ടീച്ചേഴ്സ് ആയിട്ടുള്ള പേരൻസ് എന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ മോൻ എന്നാ പറ്റി, അവനെന്താ ഇങ്ങനെ ആയിപ്പോയെ? രാത്രിയിൽ എപ്പോഴെങ്കിലും വൈകി കയറി വരും. അവന്റെ സ്വഭാവ രീതികൾ മൊത്തം മാറി. അത്രയും നാൾ അവൻ ഇങ്ങനെ കുഞ്ഞാടായിട്ട് നടന്നുകൊണ്ടിരുന്നു. ഇപ്പൊ അപ്പൻ ചോദിക്കും, എന്തെങ്കിലും ചോദിച്ചാൽ അവൻ ചോദിക്കും, ഒറ്റ നോട്ടം മതി, ഒറ്റ മൂളിച്ച മതി. അപ്പൻ ഒന്നുമില്ല, വെറുതെ ചോദിച്ചതാ, പൊക്കോളും. പേടിയാണെന്ന്. ഞാൻ ഈ +2 കഴിഞ്ഞ ഈ ചെറുക്കൻ ഒരു ഭ്രാന്തമായ ഒരു ആവേശത്തിലാണ് അവന്റെ മൊത്തത്തിലുള്ള നടപ്പും നിപ്പും. രാത്രിയിലൊക്കെ വന്ന് ചില കൂട്ടുകാരന്മാർ അവനെ ബൈക്കെ കൂട്ടിക്കൊണ്ടുപോകും. കൂട്ടുകാരന്മാര് പറയുന്നതാണ് അവന്റെ വേദവാക്യം. പേരൻസ് എന്നോട് പറഞ്ഞു, അച്ഛാ എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിക്കച്ചാ, ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി, ഇനി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ മേല, ഒന്ന് സംസാരിക്കും. ചെറുക്കനോട് ചോദിച്ചു വന്നപ്പോ ചെറുക്കൻ പറഞ്ഞു, അച്ഛാ ഇപ്പൊ ഞാൻ കാണിക്കുന്നത് ഇതെന്റെ പ്രതിഷേധമാണച്ചാ, പ്രതിഷേധമാണെന്ന്. ഞാൻ ചോദിച്ചു, എന്ത് പ്രതിഷേധം? അച്ഛാ ഞാൻ ഈ അപ്പന്റെ അമ്മയുടെയും പാവപ്പെട്ട ഒരു ചെറുക്കനായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുവല്ലേ, എനിക്കൊരു സ്വാതന്ത്ര്യം ഇല്ല അച്ഛാ. സ്കൂളിൽ പോകാൻ നേരത്ത് അവര് പഠിപ്പിക്കുക, അവര് പറഞ്ഞു വിടുന്ന സ്ഥലം. എൻ്റെ അപ്പനും അമ്മയും ടീച്ചേഴ്സാണ്. 24 മണിക്കൂർ അവരുടെ മേൽനോട്ടത്തിലാണ് ഞാൻ. എനിക്കൊരു സ്വാതന്ത്ര്യം ഇല്ല. ആരുടെയെങ്കിലും കൂട്ടുകാരുടെ കൂട്ടത്തിൽ വർത്തമാനം പറയാനും ചിരിക്കാനും പോയാൽ പറയും, നീ ഇങ്ങനെ പോകാൻ പാടില്ല, നീ ടീച്ചറിന്റെ മകനാണ്, നീ അങ്ങനെ ചെയ്യാൻ പാടില്ല. എൻ്റെ അച്ഛാ എനിക്കുമില്ല സ്വപ്നങ്ങള്. 10ാം ക്ലാസ് വരെ ഞാൻ വിചാരിച്ചു പോട്ടെ, ഈ 10ാം ക്ലാസ്സിലെ പഠനം കൊണ്ട് തീരും. എവിടെ? അത് കഴിഞ്ഞപ്പോഴാണ് +1 +2 അതേ സ്കൂളിൽ തന്നെ. അപ്പനും അമ്മയും ഉണ്ട് ആ സ്കൂളിൽ. എന്തു ചെയ്യൂ അച്ഛാ? എൻ്റെ ജീവിതത്തിലെ ബാല്യകാലം മുഴുവൻ നഷ്ടപ്പെട്ടു. എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പാടില്ല, കൂട്ടുകാരുടെ കൂട്ടത്തിൽ എങ്ങും പുറത്തു പോകാൻ പാടില്ല. എപ്പോഴും അടിച്ചമർത്തപ്പെട്ട സ്വഭാവം. എൻ്റെ വീടിനടുത്ത് കുറെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്ന അച്ഛാ. ചെറുപ്പത്തിൽ എനിക്ക് അവരുടെ കൂട്ടത്തിൽ കളിക്കാനൊക്കെ പോണം. അപ്പനും അമ്മ പറയും, പോകരുത്, അത് ചീത്ത പിള്ളേര്, നീ ടീച്ചറിന്റെ മകനാണ്. അത് ചീത്ത പിള്ളേര്, നീ പോകരുത്, നീ ടീച്ചറിന്റെ മകൻ, നീ ഇവിടെ ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് പഠിച്ചോ. നിനക്ക് മോൻ എന്നാ വേണ്ടത്? കമ്പ്യൂട്ടർ വേണോ? മോൻ എന്താ വേണം? മൊബൈൽ വേണോ? എന്നാ വേണ്ട? നിനക്ക് ചോദിക്കുന്നതെല്ലാം തരും. പണമുണ്ട്, സാധനങ്ങൾ വാങ്ങിക്കൊടുത്തു. ചെറുക്കന്റെ തല തിരിയാൻ തുടങ്ങി. ഇപ്പൊ എന്തായി മാറി? അവൻ അക്രമാസക്തനായി മാറി. അവൻ പറഞ്ഞത്, അച്ഛാ ഇതെന്റെ പ്രതിഷേധമാണെന്ന്. പ്രതിഷേധം. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഇതെങ്ങനെ സുഖപ്പെടും? പ്രിയപ്പെട്ടവരെ, വായിച്ച് പ്രാർത്ഥിക്കേണ്ട വചനം യേശയ്യായുടെ പ്രവചനം 53-ാം അധ്യായം. നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള യേശയ്യായുടെ പ്രവചനത്തിലെ അതിസുന്ദരമായ വചനം 53-ാം അധ്യായം, അതിന്റെ 5-ാം തിരുവചനം. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വചനം പറയുന്നു, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. മുറിവേറ്റ ഹൃദയങ്ങൾ സൗഖ്യം പ്രാപിക്കാൻ യേശുവിൻ്റെ മുറിവിൽ നിന്നൊഴുകുന്ന രക്തം നിന്നെ സൗഖ്യത്തിലേക്ക് നയിക്കും. എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ രക്തത്താൽ നമ്മുടെ കുടുംബത്തെ കഴുകുന്ന അനുഭവം, കുടുംബ അംഗങ്ങളുടെ മുറിവുകളിലേക്ക് യേശുവിൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ സ്നേഹമാണ്, നമ്മളോടുള്ള യേശുവിൻ്റെ സ്നേഹമാണ്. ഈ സ്നേഹത്താൽ നിറയുന്ന അനുഭവം ഉണ്ടെങ്കിൽ സൗഖ്യം സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് ഹോസിയയുടെ പ്രവചനം 14-ാം അധ്യായം 4-ാം തിരുവചനം നമ്മളെ ഒരു സുന്ദരമായ കാര്യം പഠിപ്പിക്കും.
ഞാൻ അവരുടെ അവിശ്വസ്തതയുടെ മുറിവുണക്കും. ഞാൻ അവരുടെ മേൽ സ്നേഹം ചൊരിയും. കാരണം അവരോടുള്ള എന്റെ കോപം അകന്നിരിക്കുന്നു. ഹല്ലേലൂയാ. ഞാൻ അവരുടെ മേൽ സ്നേഹം ചൊരിയും. സ്നേഹം. എത്ര വലിയ ആഴത്തിലുള്ള മുറിവും നിന്റെ വീട്ടിലുണ്ടോ, നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ, മക്കളുടെ ഇടയിൽ, ജീവിത പങ്കാളിയുടെ ഇടയിൽ എത്ര വലിയ ആഴത്തിലുള്ള മുറിവുണ്ടെങ്കിലും യേശുവിൻ്റെ സ്നേഹത്താൽ ആ മുറിവുകൾ ഉണങ്ങപ്പെടും. യേശുവിൻ്റെ സ്നേഹത്താൽ മാത്രമേ ആ മുറിവുകൾ ഉണങ്ങപ്പെടുകയുള്ളൂ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വായിക്ക് പ്രാർത്ഥിക്കാം. ജെറമിയായുടെ പ്രവചനം 31-ാം അധ്യായം 9-ാം തിരുവചനം. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും. അവർക്ക് കാലിടറുകയില്ല. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർക്ക് കാലിടറുകയില്ല. വചനത്തിന്റെ ശക്തി നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ്? അവർക്ക് കാലിടറുകയില്ല. അവർക്ക് ഞാൻ ആശ്വാസം നൽകും. ആശ്വാസം നൽകും. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിശ്വസിക്കേണ്ട കാര്യം, എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും മുറിവേറ്റ് ജീവിക്കുന്നുണ്ടെങ്കിൽ, ഉണ്ട്, ചിലരൊക്കെ ഉണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കടമ. എങ്ങനെ പ്രാർത്ഥിക്കണം? യേശുവിൻ്റെ സ്നേഹത്താൽ അവരുടെ മുറിവുകൾ സൗഖ്യപ്പെടട്ടെ. വേറെ ഒരു മരുന്നുമില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. യേശുവിൻ്റെ സ്നേഹത്താൽ അവരുടെ മുറിവുകൾ സൗഖ്യപ്പെടട്ടെ. ഇല്ലെങ്കിൽ എന്തു പറ്റും? പ്രതിഷേധമാകും. ചിലപ്പോൾ അത് കുടുംബത്തിൽ തന്നെ ഭാരമായിട്ടും മാനസിക രോഗങ്ങളായിട്ട് മാറി. അനേക കുടുംബങ്ങൾ കണ്ടിട്ടില്ലേ? ഡിപ്രഷൻ, ആങ്സൈറ്റി, സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പല പേരുകളിലൊക്കെ വിളിക്കും. ചില വീടുകളിലൊക്കെ അങ്ങനെ ഇരിപ്പാണ് പലരും. അങ്ങനെ ഇരിക്കാനല്ല, മുറിവേറ്റ് പ്രതിഷേധം നടത്താനല്ല, കലഹം നടത്താനും കലാപം നടത്താനുമല്ല, മറിച്ച് നമ്മുടെ മുമ്പിൽ ക്രിസ്തു നൽകുന്ന മാതൃക, സ്നേഹം കൊണ്ട് മുറിവുകൾ സൗഖ്യപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവരും സാധിക്കുമെങ്കിൽ എഴുന്നേറ്റ് നിന്നേ 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിച്ചോളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കേണ്ട. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ പങ്കുവച്ച ഓരോ വചനങ്ങളും ഓരോ അനുഭവങ്ങളും എൻ്റെ മേലും നിന്റെ മേലുമുള്ള സൗഖ്യത്തിനുള്ള ഒരു അനുഭവങ്ങളാണ്. ഈ കാലഘട്ടത്തിൻ്റെ തലമുറകളോട് നമുക്ക് കൈകാര്യം ചെയ്യാൻ ഇതാ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്താൽ നിറയപ്പെടട്ടെ. ഈ സമയത്ത് ആഗ്രഹിക്കണം, എൻ്റെ വീട്ടിൽ ഏതെങ്കിലും മുറിവുകളേറ്റവരുണ്ടോ? എൻ്റെ വീടിൻ്റെ അവസ്ഥ എന്താണ്? എൻ്റെ കുടുംബം ഒരു ആതുരാലയമല്ലേ? ആ മുറിവേറ്റവരെ സൗഖ്യപ്പെടുത്തേണ്ടിടം മുറിവുകളിലെ ആഴം വർദ്ധിപ്പിക്കാനല്ല, മറിച്ച് മുറിവുകളിലേക്ക് സൗഖ്യം കൊടുക്കാനുള്ളിടം. ഓ ദൈവമേ, എൻ്റെ കുടുംബത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ഓരോ ദുഃഖ ദുരിതത്തിൻ്റെ ആഴമേറിയ മുറിവുകളിലേക്ക് യേശുവേ നിന്റെ സ്നേഹത്തിന്റെ തൈലം പുരട്ടി സൗഖ്യപ്പെടുത്തണമേ. 2 കരങ്ങളും ഉയർത്തി ദൈവസന്നിധിയിൽ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. കാൽവരിയിൽ കുരിശിൽ മരിച്ച യേശു, കുരിശിൽ ഒഴുക്കിയ തിരുരക്തം, അത് സ്നേഹത്തിന്റെ തൈലമാണ്. നമ്മുടെ കുടുംബങ്ങളിലുള്ള മുറിവുകളിലേക്ക് യേശുവിന്റെ സൗഖ്യത്തിന്റെ തൈലം ശക്തമായിട്ട് വെളിപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഓരോ വ്യക്തികളിലേക്കും വെളിപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ആരാധന 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 പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദേശമുണർന്ന